ആർ വി ബാബു തുടരാം. ട്രൈബൽ ഇനി എന്റെ ഊഴമാണ്. മണിപ്പൂർ സംഭവം രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമല്ല. മണിപ്പൂർ സംഭവം രണ്ട് വംശങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. ആ സംഘർഷം ഇതിലും വലിയ സംഘർഷമായിട്ട് 98-99 കാലഘട്ടത്തിൽ അങ്ങയുടെ സർക്കാർ അധികാരത്തിൽ ഇരുന്ന സമയത്ത് നടന്നിട്ടുണ്ട് നിയാസെ. ഇതിനേക്കാൾ കൂടുതൽ അക്രമങ്ങളും ഇതിനേക്കാൾ പരിഹരിക്കാൻ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അന്ന് പരിഹരിക്കാൻ ഒരു പ്രധാനമന്ത്രിയും ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടായിരുന്നു. സ്റ്റാൻലി പ്ലീസ് ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. അപ്പൊ അതുകൊണ്ട് അതിനെ വർഗീയ കലാപമാക്കി അവതരിപ്പിച്ച് ക്രൈസ്തവരുടെ വോട്ട് തട്ടാൻ വേണ്ടി കോൺഗ്രസ് നടത്തിയ ഒരു നരേറ്റീവ് ഉണ്ട്. കേരളത്തിൽ നിങ്ങൾ നടത്തി, പക്ഷെ ക്രിസ്ത്യാനികൾ തള്ളിക്കളഞ്ഞു. നിങ്ങൾക്കതറിയാലോ, ക്രിസ്ത്യാനികളും ക്രൈസ്തവ പുരോഹിതന്മാരും നിങ്ങളുടെ ആ വാദഗതി തള്ളിക്കളഞ്ഞു. ഞാനത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അങ്ങ് ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അങ്ങ് മഹാത്മാഗാന്ധിയുടെ ഉദാഹരണം പറഞ്ഞു, അഹിംസയെ കുറിച്ച് പറഞ്ഞു, കോൺഗ്രസ് നയിച്ചുകൊണ്ടിരുന്ന ആ അഹിംസാ സിദ്ധാന്തത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങയെ ഓർമ്മിപ്പിക്കുന്നത് 1984 സിഖ് കലാപമാണ് കോൺഗ്രസിന്റെ അഹിംസയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് സിഖ് കലാപം. നിങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഗുജറാത്തിൽ കൊല്ലപ്പെട്ടതിനേക്കാൾ 2 ഇരട്ടി ആളുകൾ കൊല്ലപ്പെട്ട കലാപം. നിങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന മറ്റു പല കലാപങ്ങളെക്കാൾ 2-3 ഇരട്ടി ആളുകൾ കൊല്ലപ്പെട്ട വംശീയ കലാപം, കോൺഗ്രസ് നേതൃത്വം കൊടുത്ത കലാപം. അപ്പോൾ അത് താങ്കളുടെ പാർട്ടിയുടെ അഹിംസാ സിദ്ധാന്തത്തിന്റെ വലിയ ഉദാഹരണമാണ്. താങ്കൾ ഇവിടെ പറഞ്ഞു കോൺഗ്രസിന്റെ മറ്റേ പ്രധാനമന്ത്രിമാർ അനുവർത്തിച്ച നയതന്ത്ര വിജയത്തെക്കുറിച്ച്. അങ്ങയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ നയതന്ത്ര വിജയമാണ് ഇന്ന് ചൈനയുടെ കയ്യിലായി ഇരിക്കുന്ന 10,000-കണക്കിന് ഏക്കർ ഭൂമി. അങ്ങ് മറക്കരുത്. നെഹ്റു മരണത്തിന് വിധേയമായി. അല്ലല്ല, ഞാൻ പറയട്ടെ അരുണാചൽ പ്രദേശിൽ ഇന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് ബാബു. കണ്ണു തുറന്ന് 90,000 ചതുരശ്ര കിലോമീറ്റർ. ഞാൻ പറഞ്ഞോട്ടെ നിയാസ്, ഡോണ്ട് ഇന്റർഫിയർ പ്ലീസ്, ലെറ്റ് മീ കംപ്ലീറ്റ് പ്ലീസ്. 90,000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി അരുണാചൽ പ്രദേശിന്റെ അടക്കം നമുക്ക് നഷ്ടപ്പെടുത്തിയത് അങ്ങയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ്. അങ്ങയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ന് പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്നുള്ള സംവിധാനത്തിന് ഉത്തരവാദി. പാകിസ്ഥാന് അധീനതയിലായിട്ടുള്ള ഒരു കാശ്മീർ സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങളുടെ നയതന്ത്ര വിജയം. പോട്ടെ, ഞാൻ അതൊക്കെ പോയി. അങ്ങയുടെ പാർട്ടിയുടെ ആ പാർട്ടി കുടുംബത്തിലെ ഇളയ തമ്പുരാൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് ശ്രീലങ്കയിൽ പോയി അങ്ങയുടെ നയതന്ത്ര വിജയം ഉണ്ടാക്കിയത്. ആ ശ്രീലങ്കയിൽ അങ്ങയുടെ പാർട്ടി ഇടപെട്ട അല്ലെങ്കിൽ പാർട്ടിയുടെ നയതന്ത്ര വിജയത്തിന്റെ ബലിയാടാണ് സാർ രാജീവ് ഗാന്ധിയുടെ മരണം. രാജീവ് ഗാന്ധി രക്തസാക്ഷിയായിട്ട് ഉണ്ടാക്കിയത് താങ്കളുടെ പാർട്ടിയുടെ നയതന്ത്ര വിജയം. അപ്പൊ അതുകൊണ്ട് നയതന്ത്ര വിജയത്തെക്കുറിച്ച് വല്ലാതെ അങ്ങ് നെകളിക്കരുത് പ്ലീസ്. ഞങ്ങൾ ഇതൊക്കെ കാണുന്നവരാണ്, കണ്ടവരാണ്. ഇനി ഞാൻ പറയുന്നത്, ഈ തരത്തിൽ വലിയ തോതിലുള്ള അക്രമത്തിൽ അഭയാർത്ഥികളായി വരുന്നു. എവിടെ നിന്ന്? അങ്ങ് പറയുന്നു ഗാസയിൽ പ്രശ്നമുണ്ടായ നിങ്ങൾക്ക് കുഴപ്പമില്ല, അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നമുണ്ടായി കുഴപ്പമില്ല, നിങ്ങൾ ബംഗ്ലാദേശിൽ കുഴപ്പമുണ്ടായി വേദനിക്കുന്നു. സാർ, അതെ, ഞങ്ങൾക്ക് ബംഗ്ലാദേശിൽ കുഴപ്പമുണ്ടാകുമ്പോൾ വേദനയുണ്ട്, ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ കുഴപ്പമുണ്ടാകുമ്പോൾ വേദനയുണ്ട്, ഞങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിൽ കുഴപ്പമുണ്ടാകുമ്പോൾ വേദനയുണ്ട്. അതിന്റെ കാരണം അവരൊക്കെ നമ്മുടെ സഹോദരന്മാരായിരുന്നു സാർ. ബംഗ്ലാദേശിലെ ആളുകൾ, അത് മുസ്ലിങ്ങളാകട്ടെ ഹിന്ദുക്കളാകട്ടെ, പാകിസ്ഥാനിലെ ആളുകൾ മുസ്ലിങ്ങളാകട്ടെ ഹിന്ദുക്കളാകട്ടെ, അഫ്ഗാനിസ്ഥാനിലെ ആളുകൾ, ഇതെല്ലാം നമ്മുടെ ഭാരതത്തിന്റെ ഭാഗമായിരുന്നില്ലേ സാർ? അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഈ പ്രദേശങ്ങളിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് അല്ലല്ല അതുകൊണ്ടാണ് സാർ അവിടെ നിന്ന് ഓടി വരുന്ന ആളുകളെ ഓടിച്ചവർക്ക് ഒരു സെക്കൻഡ് സാർ, അതിന് മറുപടി പറയാം സാർ, ഞാനത് മറുപടി പറയാം പ്ലീസ്. അങ്ങനെയുള്ളവർക്ക് സംരക്ഷണം നൽകാൻ നമ്മുടെ രാജ്യം തീരുമാനിച്ചു CAA നിയമത്തിലൂടെ, സിറ്റിസൺസ് അമെൻമെന്റ് ആക്ടിലൂടെ. എന്തിന്?
ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ ഓടി ഈ അതിർത്തി പ്രദേശത്ത് നിൽക്കുന്നില്ലേ? 971 നിങ്ങൾ പറഞ്ഞില്ലേ 10 ലക്ഷം പേര് അഭയാർത്ഥികളായി വന്നു എന്ന്. അതിനുശേഷവും അതേപോലെ അഭയാർത്ഥികളായി വന്ന പെർസിക്യൂഷൻ കൊണ്ട്, റിലീജിയസ് പെർസിക്യൂഷൻ കൊണ്ട് അഭയാർത്ഥികളായി വന്ന ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, ബൗദ്ധർ, ജൈനർ, സിഖുകാർ ഇവർക്കൊക്കെ പൗരത്വം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? നിങ്ങൾ ഇരകൾക്കും വേട്ടക്കാർക്കും ഒരേ നീതി വേണം എന്ന് വാശി പിടിച്ചു. ഒരേ നീതി, ഇരകൾക്കും വേട്ടക്കാർക്കും ഒരേ നീതി വേണമെന്ന്. പൗരത്വ നിയമത്തിന്റെ പ്രസക്തി ഈ സമയത്ത് ഞാൻ ആവർത്തിക്കുകയാണ്. ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ പറയുന്നു. അപ്പൊ ഏതായാലും സമയത്തിന്റെ അഭാവം കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇന്ത്യയിൽ നമ്മൾ വലിയ തോതിൽ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യം, ഇന്ത്യയിലും സമാനമായ സ്റ്റാൻലി സെബാസ്റ്റ്യൻ അദ്ദേഹത്തിന്റെ സർക്കാസം അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലുണ്ടായി. പക്ഷേ അദ്ദേഹം ഉയർത്തിക്കാണിച്ചത് ഇപ്പോൾ മുഹമ്മദ് യൂനിസ് അദ്ദേഹം ഉയർത്തിക്കാണിച്ചു. ആരാ മുഹമ്മദ് യൂനിസ്? മുഹമ്മദ് യൂനിസ് 2006 ഒരു ചിത്രം കണ്ടിട്ടുണ്ടോ നിയാസെ? മുഹമ്മദ് യൂനിസ് along with ജോർജ് സോറോസ് ആൻഡ് അരുന്ധതി റോയ്. കണ്ടിട്ടുണ്ടോ ചിത്രം? ഇവരൊക്കെ തമ്മിലുള്ള ആക്സിസ് എന്താണ്, നെക്സസ് എന്താണെന്ന് അറിയാമോ? ഈ ലോകത്ത് നമ്മൾ കണ്ടു ചൈനയിൽ, ശ്രീലങ്കയിൽ അട്ടിമറി, നമ്മൾ കണ്ടു അഫ്ഗാനിസ്ഥാനിൽ അട്ടിമറി, പാകിസ്ഥാനിൽ അട്ടിമറി, മാലിയിൽ അട്ടിമറി. ഈ അട്ടിമറിയൊക്കെ ജനാധിപത്യ രീതിയിലോ ജനങ്ങൾ തെരഞ്ഞെടുത്തതോ നീണ്ടകാലം ഭരിക്കുന്നതായ ഭരണകൂടത്തെ അട്ടിമറിക്കുകയാണ്. ആരാണ് അട്ടിമറിക്കുന്നത്? ഇപ്പോ ഈ ബംഗ്ലാദേശ് പരിഹരിക്കാൻ ഒരു ഇന്ത്യ ഗവൺമെന്റ് കഴിയണം. അങ്ങയുടെ ഗവൺമെന്റ് അത് കഴിയുന്നില്ല. അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ വലിയ അല്ല അതിന് കഴിഞ്ഞതുകൊണ്ടാണ് സാർ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നത്. നിങ്ങൾ ശ്രമിച്ചു കർഷക സമരത്തിലൂടെ. ഡൽഹിയിൽ നിങ്ങൾ ശ്രമിച്ചില്ലേ കർഷക സമരത്തിലൂടെ? ചെങ്കോട്ടയിൽ ഖാലിസ്ഥാൻ പതാക ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായില്ലേ? രാഹുൽ ഗാന്ധി പിന്തുണച്ചില്ലേ? ബാബു, ഇത് നിങ്ങൾ ഇന്ത്യ ഗവൺമെന്റിനുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇന്ത്യയിലെ ജനങ്ങളെ ഈ പ്രതിപക്ഷത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇത് ഇന്ത്യയിൽ സംഭവിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ്. ഞാൻ പറഞ്ഞോളൂ. സ്വന്തം സമുദായത്തെ സംരക്ഷിക്കാൻ നോക്ക്. സ്വന്തം സമുദായത്തെ സംരക്ഷിക്കാനെങ്കിലും നോക്ക്. ഇവിടെ 1500 കൊല്ലത്തെ ചരിത്രത്തിൽ പറയണ്ട. ഒരു കൊല്ലം പിറകിലേക്ക് പോയാൽ മതി. സ്റ്റാൻലി, ഒരു കൊല്ലം പിറകിലേക്ക് പോയാൽ മതി. സ്വന്തം സമുദായത്തെയെങ്കിലും സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് വേണം. അതെങ്കിലും ബോധ്യപ്പെടണം. രാജ്യത്ത് എല്ലാവരും ഒരുപോലെയാണ്. ഇത് സംഘപരിവാർ രാജ്യങ്ങളുമായി അവിടെ എന്തെങ്കിലും കിട്ടുന്നത് അങ്ങ് വാങ്ങി മുന്നോട്ട് വെച്ച് ഈ രാജ്യത്തിൽ മതേതരത്വം പറയുന്നത് ഈ രാജ്യത്തെ മതേതരത്വം വേണ്ടേ? ചർച്ച ചെയ്യും. പ്രൊഫസർ ഷാലി ഒറ്റ മിനിറ്റ് ഒരു അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന്